ഇന്നത്തെ ലഞ്ചിന് നല്ല അടിപൊളി ചക്ക കുഴച്ചതും മീൻകറിയാണ്. നമുക്ക് ഒരുമിച്ച് ഉണ്ടാക്കിയാലോ? അപ്പോൾ ആദ്യം തന്നെ അരി ഒന്ന് അടുപ്പേ വേവിക്കാൻ ഇട്ടിട്ടുണ്ട്. ചോറ് വെന്ത് കിട്ടുന്നുണ്ട്. ഇനിയിപ്പോൾ ചക്ക വേവിക്കാൻ വെക്കാം. ഒരു ചട്ടിയിലേക്ക് ചക്ക അരിഞ്ഞതും കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കുറച്ച് വെള്ളവും ഒഴിച്ച് ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കാം. ചക്ക ഇന്നലെ തന്നെ ക്ലീൻ ചെയ്ത് അങ്ങ് അരിഞ്ഞ് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നേ. അതുകൊണ്ടാണ് രാവിലെ ഇത്ര സിമ്പിളായിട്ട് അങ്ങ് എടുത്തുണ്ടാക്കാൻ പറ്റുന്നത്. ഇനിയിപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് തേങ്ങ എടുത്തു, ചെറിയുള്ളി, വെളുത്തുള്ളി, കുരുമുളകും ചെറിയ ജീരകവും മഞ്ഞൾപ്പൊടിയും പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് അങ്ങ് ഒതുക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ വെന്ത് കിടക്കുന്ന ചക്കയിലേക്ക് അരപ്പിട്ട് കൊടുക്കാം. ഇവിടെ തവിയുടെ ബാക്ക് സൈഡില്ലേ, അതുകൊണ്ട് ഇളക്കിയിട്ട് എല്ലായിടവും നന്നായിട്ട് എത്തുന്ന പോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി അരപ്പ് വേകാനായിട്ട് വീണ്ടും ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ അടച്ച് വെക്കണം. ഇനിയിപ്പോൾ ചക്കയും അരപ്പും ഒക്കെ വെന്തതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണയിലേക്ക് കടുകും കറിവേപ്പിലയും ഉണക്കമുളകും കൂടെ ചോദിച്ചു കഴിഞ്ഞാൽ നല്ല അടിപൊളി ചക്ക കുഴച്ചത് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നല്ലൊരു തേങ്ങ അരച്ച് മീൻ കറി വയ്ക്കാം. ഇതാ കിളിമീനാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. മീനൊന്ന് ഐസ് പോകാൻ വേണ്ടി വെള്ളം ഒഴിച്ചിട്ടിട്ടുണ്ട്. ഇനി മിക്സിയുടെ ജാറിലേക്ക് തേങ്ങ തിരുമിയതും കുറച്ച് മുളക് പൊടിയും കൂടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് അരച്ചെടുത്തു. ഒരു പകുതി അരഞ്ഞ് കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് വീണ്ടും അരച്ചെടുത്തു. ഇനിയിപ്പോൾ ഒരു മൺചട്ടിയിലേക്ക് അരപ്പൊഴിച്ച് കൊടുത്തു. ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കാം. അരപ്പ് തിളച്ച് വന്നതിന് ശേഷം പച്ച മാങ്ങാത്തോലി കളഞ്ഞ് നീളത്തിൽ കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തു. മാങ്ങ വെന്ത് വന്നതിന് ശേഷം മീനിട്ട് കൊടുക്കാം. മീൻ പിന്നെ പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ. ഇനിയിപ്പോൾ മീൻ വെന്തതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണയിൽ ഉലുവ ഇട്ട് കൊടുക്കാം. അതിലേക്ക് ചെറിയുള്ളി അരിഞ്ഞതും കറിവേപ്പിലയും കുറച്ച് പിരിയമുളക് പൊടിയും കൂടി ഇട്ടിട്ട് നമ്മൾ താളിച്ച് കറിയിലേക്ക് ഒഴിച്ച് കഴിഞ്ഞാൽ അടിപൊളി കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ മീൻകറി വെച്ചിട്ടില്ലെങ്കിൽ റെഡിയാക്കി നോക്കണം കേട്ടോ. ഈസിയാണ്, പക്ഷേ ഭയങ്കര ടേസ്റ്റുമാണ് കേട്ടോ. ഇനിയിപ്പോൾ ഒരു ചെറിയ ഇല അങ്ങോട്ട് വെട്ടിയിട്ട് ഒരു പാത്രത്തിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ചോറും പിന്നെ കൂടുതൽ തന്നെ ചക്ക കുഴച്ചതും പിന്നെ മീൻകറിയൊക്കെ കൂട്ടിയിട്ട് അങ്ങ് കഴിക്കാം. ഊണ് കഴിഞ്ഞാൽ പിന്നെ ഒരു ഉറക്കം അത് നിർബന്ധം കേട്ടോ.